ഇതേ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കും മടിയുള്ളവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സംഭവം ഇതുപോലെ പുട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് റെഡിയാക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തന്നെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങ കൂടുതലുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുട്ടുപൊടിയിലേക്ക് നമ്മുടെ ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അജ്മിയുടെ പുട്ടുപൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തതിന് ശേഷം കൈവച്ചിട്ടൊന്ന് തിരുമ്മി എടുത്തതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്കിത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതാ എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ കൈവച്ചിട്ട് ഒന്നുകൂടെ തിരുമ്മിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ പുട്ടുപൊടി കിട്ടിയിട്ടുള്ളത്. ഇനി സാധാരണ പുട്ട് റെഡിയാക്കി എടുക്കുന്ന സെയിം രീതിയിൽ തന്നെ ലെയറായിട്ട് നമുക്ക് പുട്ടുപൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അവിടെ 3 കഷ്ണമായിട്ടാണ് നമ്മുടെ പുട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ചൂടോട് കൂടെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്നും ഒരേ രീതിയിൽ റെഡിയാക്കി കൊടുക്കുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാവും.